കർത്താവായ ദൈവമേ, മതബോധന കുട്ടികളായ ഞങ്ങളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ ആഴമായി അറിയുവാനും പഠിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പരിശീലനത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന വൈദികനെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും മാതാപിതാക്കളെയും പരിശുദ്ധമായ ശക്തിയാൽ നിറക്കണമേ. ആമേൻ. പ്രതിജ്ഞ. രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എൻ്റെ കാവൽമാലാഖയെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഗുരുക്കന്മാരെയും ഞാൻ സ്നേഹിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്ന വചനം സങ്കീർത്തനം 17:8. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ചു കൊള്ളണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയുന്നത് വിശുദ്ധ കാർലോ അക്വിറ്റസിനെയാണ്. മൊബൈൽ ഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയും ദിവ്യകാരുണ്യ ഈശോയുടെ അത്ഭുതങ്ങളെ ലോകം മുഴുവൻ നൽകിയ വിശുദ്ധൻ 15-ാം വയസ്സിൽ മരണപ്പെട്ടു. പക്ഷേ ഈശോയെ സ്നേഹിച്ച വിശുദ്ധന്റെ ശരീരം അഴുകിയില്ല. വിശുദ്ധനോട് പ്രാർത്ഥിച്ച പലരും അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിച്ചു. നമുക്കും വിശുദ്ധ കാർലോ അക്വിറ്റസിനോട് പ്രാർത്ഥന സഹായം തേടാം. ഞാൻ ഇന്ന് ഞങ്ങളോട് പറയുന്നത് ഈ ആഴ്ചയിലെ സൽപ്രവൃത്തികളാണ്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഉറക്കെ ചൊല്ലിയിടാം. മുതിർന്നവർക്ക് സ്തുതി ചൊല്ലാം. വീട്ടിൽ പൂച്ചെടികളും പച്ചക്കറികളും നട്ട് വളർത്താം. പരിസരം വൃത്തിയാക്കി സൂക്ഷിച്ചിടാം. എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിച്ചിടാം. നന്ദി. നമ്മുടെ ഒരു വാക്ക് മതി മറ്റുള്ളവരോട് സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുത്താനും. നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കാൻ. നന്ദി. കവിത. ഉണ്ണി പറഞ്ഞു നമ്മോട് ദൈവപിതാവിനെ വാഴ്ത്തിയിടൂ. ഉണ്ണി പറഞ്ഞു നമ്മോട് കാരുണ്യത്തിൽ വളർന്നിടൂ. ഉണ്ണി പറഞ്ഞു നമ്മോട് സജീവികളെ സ്നേഹിക്കൂ. ഉണ്ണി പറഞ്ഞു നമ്മോട് കുഞ്ഞുണ്ണികളെ തീർന്നിടൂ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ നീ എൻ്റെ കൂട്ടുകാരൻ, എല്ലാം നൽകും കൂട്ടുകാരൻ. ഈശോ നീ എൻ്റെ കൂട്ടുകാരൻ, എല്ലാം നൽകും കൂട്ടുകാരൻ.